എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയായിട്ടാട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക കറി തന്നെ നാടൻ രീതിയിലാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കാത്ത നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി നന്നായിട്ട് അവിടെ ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ഒരു 8-10 എണ്ണം ഇട്ട് അത്രേ ചേർക്കുന്നുള്ളൂ ഉലുവാട്ട. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ ഉലുവ ഇട്ട് കൊടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പ് രസം വരും നമ്മുടെ കറിക്ക്. ഈ ഒരളവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്കിനി. നമ്മുടെ ഈ വെണ്ടയ്ക്ക കറിയിൽ ചെറിയുള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ഒരു 10 രൂപനൊക്കെ ആവാട്ടോ. അപ്പം ഞാൻ എന്താണെങ്കിൽ ഇത്ര ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഒന്ന് വഴറ്റി നന്നായിട്ട് എടുക്കാം. ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇതിലോട്ട് ഞാൻ ഒരു മുറി അളവിൽ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി കേട്ടോ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ്. അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർക്കുകയാണ്. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനത് പറഞ്ഞത് സവോളയുടെ ആവശ്യമില്ല. നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ സവോള ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും ചെറിയുള്ളി എല്ലാം കൂടി ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ അടുപ്പിലിരുന്നത് നന്നായിട്ടൊന്ന് വാടട്ടെ. നമുക്ക് മറ്റേ അടുപ്പിൽ നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. വെണ്ടയ്ക്ക് വഴറ്റിയെടുക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാകുന്നത് നാടൻ വെണ്ടയ്ക്ക് കൂടിയാണ്. അപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും ഇതിലേക്ക്. അപ്പോൾ കുറച്ച് നേരം നമ്മളൊരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിൽ വഴുവഴുപ്പൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വലിഞ്ഞ് പോലെ വരും, അത് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു തക്കാളിയാണ്. അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിനി. അപ്പോൾ നമ്മുടെ എളുപ്പപ്പണി ഒരു തട്ട് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം വേഗം തന്നെ കേട്ടോ. രണ്ട് മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തക്കാളി വേഗം ഒന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ആവറേജ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഇതാ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടിയ പോലെ അവസ്ഥയായിട്ടുണ്ടത്. ഇനി ഒന്ന് ഇളക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതാ കുഴഞ്ഞ് വന്നു തുടങ്ങി. ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രേ വേണ്ടുള്ളൂ ഇതിലോട്ടുള്ള പൊടികൾ. ഇനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്. മൺചട്ടിയാണ്, നന്നായി ചൂട് ഇതായി കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോകും നമ്മുടെ. അപ്പോൾ നമ്മുടെ പൊടി വഴറ്റാൻ തുടങ്ങിയിട്ട് ആവറേജ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്.
പിന്നെ ഇതിലോട്ട് നമുക്കിനി പുളി ഒഴിച്ച് കൊടുക്കണം. പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാളംപുളി ഒരു കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ, വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനൊരു പകുതിയോളം തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്ര നേരമായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു അളവ് വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പൊടിയുപ്പാണ് അതിൻ്റെ ബാലൻസ് കിട്ടുകയെന്ന് വെച്ചാൽ അത് ചേർത്താവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരമായിട്ട് നമ്മുടെ അടുപ്പിലോട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയൊന്നും ഒഴിക്കാത്ത കറി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുറത്ത് വെച്ച് 2 ദിവസം വരെ ഈസി ആയിട്ട് ഇരിക്കണ്ട, കേടേ വരില്ല കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് ചിലപ്പോൾ നാശമാകുന്നത് കേട്ടോ. ഈ ഒരു രീതിക്ക് വെച്ച് പറഞ്ഞാൽ അടിപൊളി കറിയാണിത്. നമ്മളെ മീൻ കറിയൊക്കെ മാറി നിൽക്കുന്നറിയില്ല, ആ ഒരു രീതിയിലുള്ള കറിയാണ്, കിട്ടിലേയും കറിയാണ് കേട്ടോ. ഇനി നമുക്കൊരു തട്ട് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി അടച്ചു വെച്ചിട്ട് ആവറേജ് ഒരു 5 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ആയിട്ടൊന്നുമില്ല. നമുക്കൊന്ന് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ വെള്ളം ഒന്ന് ചുരുങ്ങി വരണം, അതാണ് നമ്മുടെ ഇതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയതായിരുന്നു, ഉപ്പൊക്കെ നോക്കിയത്. ഇപ്പോൾ പാകമാണ്. പുളി ഒരിത്തിരി കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്കിലും നമ്മുടെ വെണ്ടയ്ക്ക പുളിയാണല്ലോ, അപ്പോൾ ഒത്തിരി കുറച്ച് പുളി കയറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റും കൂടി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം. ഇപ്പോൾ ആവറേജ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക കറി വെക്കാനായിട്ട്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്തവർ വരെ വാങ്ങിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്ന ഒരു അടിപൊളി കറിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.